മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടാണോ ഇത്? മക്കളെ എന്തോ പേര്? സ്പന്ദന. സ്പന്ദന. ഹലോ, എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? മോക്ക് എന്താ ഏറ്റവും ഇഷ്ടം? എന്തേലും പറയാന്നേ. ഐസ്ക്രീം വേണോ മോക്ക്? ഞാനാണോ? വേണോ? പാട്ട് പാടുന്നവര് ഐസ്ക്രീം കഴിച്ചൂടാ. എന്തേലും പറയുന്നേ. എന്ത് രസാ ഉടുപ്പ് കാണാതെ. ആരാ ഉടുപ്പ് മേടിച്ചതെന്ന് കുഞ്ഞിനെ? അമ്മയാണ് മേടിച്ചതെന്ന്. ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്, മഞ്ഞ വേണമെന്ന് പറഞ്ഞോ മക്കള്? പറഞ്ഞു. അതെ, 3 പൊട്ട് ഇട്ടിരിക്കുന്നു കേട്ടോ, 3 പൊട്ട്. അതെന്താ മോളെ? ഒന്നിവിടെ ഒന്നിവിടെ ഒന്നിവിടെ. ആരാ ഇട്ടത്? അമ്മ. ആ തലയിലെ കെട്ട് കണ്ടോ, ഉണ്ണിയാർച്ചയൊക്കെ പോലെ. അതാരാ കെട്ടിയത്? അച്ഛയാണോ? അച്ഛ, ഇത് അച്ഛയാ കെട്ടി തന്നെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അതീവ സുന്ദരിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്പന്ദനം സോ ക്യൂട്ട്. ഈ മീനാക്ഷി ചേച്ചിയെക്കാളും സുന്ദരിയാ കേട്ടോ. ഈ മീനാക്ഷി ചേച്ചി അല്ല സുന്ദരി, മോളാ സുന്ദരി. അതെ, അച്ചി ചേച്ചി. അതെ, ആരാ സുന്ദരി? ഞങ്ങള് 3 പേരിൽ ഏറ്റവും സുന്ദരി ആരാ? ആരാ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സുന്ദരി ആരാ? ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വിഷമായി കേട്ടോ. സുന്ദരി എനിക്ക് വിഷമായി. എന്നാ അതിനെ കൂടെ കാണിച്ചേക്ക്. പാവം കരയും. ഞാൻ ശരിക്കും സുന്ദരിയല്ലേ? ഞാൻ കൊച്ചിനോട് വഴക്കുണ്ടാക്കാതെ. സ്പന്ദന കുട്ടി ശരിക്കും സുന്ദരി ആരാ? കൊച്ചിന്റെ മനസ്സിൽ മീനാക്ഷി ഒരു വിഗ്രഹമായിട്ട് അല്ലാതെ എപ്പോഴും കാണുന്നോണ്ട് അങ്ങനെ തോന്നുന്നു. ഓ, മീനുട്ടിക്ക് നാണോ? സ്പന്ദന കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? അമ്മയോ? ജോലി ഇല്ലേ? ഇല്ല. ഞങ്ങൾക്ക് അത് സംസാരിക്കാൻ താല്പര്യമില്ല. വേറൊന്നുമല്ല, അത് കാരണം എത്ര വയസ്സായെന്നറിയോ? എത്ര? 4 വയസ്സാകുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയാനാ കുഞ്ഞ്? കുഞ്ഞ് ആകെപ്പാടെ പറയുന്ന ഒറ്റ കാര്യം, അപ്പ അമ്മ. മോൾ ഏത് പാട്ടാ പാടുന്നേ? കിഴക്ക് കിഴക്കൊരാന. കിളക്ക് കിളക്കൊരാന. ആന കിളയ്ക്കാനും തുടങ്ങിയ. പിന്നെ ഒരു കാര്യം, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബാക്കിയെല്ലാം ഓക്കെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ഇനിയിപ്പോ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ആദ്യത്തെ പ്രശ്നം ഇത്, രണ്ടാമത്തെ പ്രശ്നം ഇത്. കുട്ടൂസേ, നീ ഇന്ന് ഈ പാട്ട് എടുക്കുമ്പോ വിചാരിച്ചല്ലേ ഇന്ന് നമുക്ക് റിമി ചേച്ചിയും ബിന്നി ആന്റിയും ടാർഗറ്റ് ചെയ്യാമെന്നല്ലേ? ബിന്നിയെ തണ്ടുകാരി എന്ന് വിളിച്ചു, ഇത് കോപക്കാരി. കണ്ടാൽ അവൾ ഒരു തണ്ടുകാരിന്ന്. 2 സ്റ്റാൻസ് മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. നിങ്ങൾ തണ്ടുകാരിയാണെന്നും കോപക്കാരിയാണെന്നും രണ്ടുപേരും. 2 ചിരിക്കുന്ന കണ്ടിട്ട് അപ്പൊ ചിരിച്ച് നല്ല ചിരിക്കുന്ന ഹാന്ന് ചിരിക്കുന്ന കണ്ടപ്പോ നീ വിചാരിച്ചു കോപക്കാരിയാന്നല്ലേ? എന്തൊരു സൗന്ദര്യമുള്ള ചിരിയാണത്. കൊലച്ചിരിയായിരിക്കും എന്റെ ചിരി പോലും നിങ്ങൾ ഇങ്ങനെയായില്ല. ഓഡീഷൻ ഇതുപോലെ ഒരു പാട്ട് മണ്ടി പെണ്ണേ അവനിങ്ങനെ ഒരു ആക്ഷൻ കാണിക്കണ്ടേ? ആരെ കാണിക്കും അല്ലേ? നന്നായിരുന്നോടാ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ റമി? അതെ, ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഹൈഫൈ എൻജോയ് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ നോട്ടം വിട്ടു. വീണ്ടും വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, നിന്നെ കണ്ടപ്പോഴേ ഞാനൊന്ന് ഉണർന്നു കേട്ടോ. അങ്ങനെ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മളൊന്ന് ഉണരിയല്ലേ? ഉണരു വേഗം നീ സുമറാണ എന്ന് എന്നെ വിളിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.